അത്രയ്ക്ക് എളുപ്പമായിരുന്നു നിനക്ക് എന്നെ മറക്കാൻ? ഹലോ. കോഴ്സ് കഴിഞ്ഞാൽ റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വരാൻ ഞാൻ ഇനി നിന്നെ പ്രത്യേകം വിളിച്ച് പറയണോ? അമ്മ വീട്ടിലുണ്ടാവോ? വേദു, ഫോണിൽ നോക്ക് എത്ര മിസ് കോൾ ഉണ്ടെന്ന്. എന്നിട്ട് ഇപ്പോഴാണ് തിരിച്ച് വിളിക്കുന്നത്. വേദു, ഐ എം സോറി. ഞാൻ ഇന്ന് കുറച്ചധികം ബിസി ആയിരുന്നു, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വിളിക്കാതിരിക്കലുണ്ടോ? അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതെൻ്റെ ലാസ്റ്റ് ഇയർ കോളേജാണ്. അതിൽ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേയും. എന്നിട്ട് ഇതുവരെ എനിക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലും അയക്കാനുള്ള നേരം കിട്ടിയില്ല. ഓക്കെ, സമ്മതിച്ചു. എൻ്റെ ഭാഗത്താ തെറ്റ്. ഇനി നിന്റെ പിണക്ക് മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറയ്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, നേരിട്ട് കാണണം. എൻ്റെ വേദു, ഇത്രയുള്ള കാര്യം. നമുക്ക് എത്രയും പെട്ടെന്ന് നേരിട്ട് കാണാം. റിയലി ഐ എം സോ ഹാപ്പി ജയ്. ഇപ്പൊ ചിരിക്കാനൊക്കെ അറിയാലേ? ബുക്ക് എടുക്കാൻ സഹായിക്കണോ? ജയ്, ഞാൻ കുറച്ചു നേരമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. നീ പോയോന്നറിയാൻ കയറി നോക്കിയതാ. ജയ് വേണ്ട. ജയ് മതി, ഇത് ലൈബ്രറിയാണ്. ലൈബ്രറി ആയതാണ് പ്രശ്നമെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് ടൈം മാറ്റാം. നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ജയ് ഇത് കുറച്ചു നേരം ഞാനിങ്ങനെ നിൽക്കട്ടെ. ജയ്, എനിക്ക് നാളെ കഴിഞ്ഞ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് തുടങ്ങുകയാണ്. അതുകൊണ്ട് അധിക സമയവും ഹോസ്പിറ്റലിലായിരിക്കും. മുമ്പത്തെ പോലെ സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് സ്റ്റഡീസും ജോബൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാലോ. സോ നീ ടൈം കിട്ടുന്നതിനനുസരിച്ച് വിളിച്ചാൽ മതി. ഐ ലവ് യു സോ മച്ച് ജയ്. ജയ്, ഞാനെന്നാ പിന്നെ. എന്നാൽ ശരി, ഞാൻ പോട്ടെ.
ഹായ്, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഏയ് ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. തങ്കപ്പൂവേ നിൻ കണ്ണോരത്തായി നിന്നിടാമേ. തങ്കപ്പൂവേ ഫുഡ് കഴിച്ചതാണോ നീ? എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്. എനിക്കൊന്ന് കിടന്നാ മതി. എന്താ, നീ കിടന്നോ? ഗുഡ് നൈറ്റ്. പിന്നെ നാളെ 8:30 ക്ലാസ് ഉണ്ട്, അത് മറക്കണ്ട. ഓക്കെ വേദു. സിരിപ്പിൽ ഒരു കള്ള സിരിപ്പിൽ എന്നെ തള്ളിവിട്ടു തള്ളിവിട്ടു. ഇതെന്താ കിച്ചണിൽ എത്ര സൗണ്ട്? പോയി നോക്കണോ? നോക്കാം. സാക്ഷി, നീ ആയിരുന്നോ കിച്ചണില്? അതേലോ. നീ എന്തിനെത്ര രാവിലെ കിച്ചണിൽ കയറിയത്? നമുക്ക് ക്യാൻറ്റീനിന്ന് കഴിക്കായിരുന്നല്ലോ. അത് സാരല്ല, എനിക്കിഷ്ടാ കുക്ക് ചെയ്യാൻ. നീ ഇവിടെ ഇരുന്ന് കഴിക്ക്, ഞാൻ അപ്പത്തേക്കും ഡ്രസ്സ് മാറ്റി വരാം. ഓക്കേ. കൊള്ളാം. കഴിച്ചു കഴിഞ്ഞോ? നമുക്ക് ഇറങ്ങിയാലോ? നീ കഴിക്കുന്നില്ലേ? ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കഴിച്ചു. എനിക്കറിയാലോ നീ കറക്റ്റ് സമയത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങി വരുള്ളൂ എന്ന്. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവുക. ഈ വഴി അറിയാത്ത പാവ എന്നെ ഒറ്റക്കിട്ടിട്ട് പോവുകയാണോ നീ? പിന്നെ നീ പുറകില് നടക്ക്, ഞാൻ മുന്നിൽ നടക്കാം. ഈ പെണ്ണ്. നിക്ക്, നമുക്കൊരു സെൽഫി എടുത്തിട്ട് പോകാം. ഒന്ന് നേരെ നിക്ക് വേദു. ജയ്, ഞാൻ അയച്ച ഫോട്ടോ ഉണ്ടോ? എന്ത് വേഷാണത്? ഇങ്ങനെയല്ലേ നീ ഇന്ന് കോളേജിൽ പോയത്? വേദു, നമുക്ക് നാളെ മുതൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് അല്ലേ? ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയാൽ മതിയായിരുന്നു. ആയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. വേദു, നീ എന്താ ജയ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്തു പറ്റി? എന്തേലും പ്രശ്നമുണ്ടോ നിങ്ങളിടയിൽ? അവനിപ്പോൾ ഞങ്ങളെ എൻഗേജ്മെൻറ്റ് നടത്തണം എന്നൊക്കെ പറയുന്നത്. ഞാൻ എങ്ങനെ ഇപ്പം വീട്ടിൽ ഈ കാര്യമൊക്കെ പറയാ? ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അവള് റിപ്ലൈയും തരുന്നില്ല. അവൾ നിന്നെ ഒഴിവാക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിന്റെ മിടുക്ക് പോലെ ഇരിക്കുമല്ല. മാരേജിന് എന്തായാലും അവളിപ്പോ സമ്മതിക്കില്ല. എൻഗേജ്മെന്റ് എങ്കിലും നടത്തി വെച്ചില്ലെങ്കിൽ നല്ല വല്ല ഡോക്ടർമാരും അവളെ സ്വന്തമാക്കും. എനിക്ക് മതി, ഞാൻ പോവാ.